ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എടുക്കാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്താ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്ട് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട് അല്ലേ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻപുട്ട് എന്ന ഐറ്റത്തിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ മീനിങ് കൊടുത്തത്. ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഈസ് റെഫേർഡ് ടു ആസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Okay, so the firm's production function for a particular goods shows the maximum amount of the goods that can be produced by using alternative combination of the capital and labor. ഓക്കെ, നമ്മളതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എൻ ഇക്വേഷൻ ഇൻ വിച്ച് ദി ഔട്ട്പുട്ട് ഈസ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദി ഇൻപുട്ട് ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ബാധിക്കുന്നത് ഇൻപുട്ടിന് എന്തായിട്ടാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും അതുപോലെ ഔട്ട്പുട്ടാണ് ഏത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് വരുന്നത്. മനസ്സിലായോ? സോ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് ആർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻപുട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഏത്, ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ഫങ്ഷൻ ഓഫ്, നമ്മൾ എഫ് എന്ന് വായിക്കൽ എന്താണ്, ഫങ്ഷൻ ഓഫ് കെ എൽ ടി എക്സെട്ര ഇൻറ്റു എൻ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. എൽ മീൻസ് ലേബർ ആൻഡ് കെ മീൻസ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി അഥവാ ടി എന്നൊരു ഐറ്റം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്, അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലെവൽ ഓഫ് ടെക്നോളജിയാണ്. ഓക്കെ, എൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതർ ഇൻപുട്ട് എംപ്ലോയിഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, ടെക്സ്റ്റിൽ ഇരിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ആൾസോ റെപ്രസെൻറ്റഡ് ബൈ എ ടേബിൾ ഓർ ഗ്രാഫ്. ഓക്കെ, then there is a important fact about the production function. That is, first one, a production function is expressed with reference to a particular period of time, and it is expressed in a physical relation because both the input and outputs are expressed in the physical terms. Okay, the next one is production function describe a purity of technological relation, that because then what can be produced from a given amount of input depends upon the state of the technology. Okay, clear ano? Then there is a type of production function is there, the nature of production function, that is how output varies with the change in the quantity of input that depends upon the time period allowed in the adjustment of input. Okay, നമ്മൾ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ടൈം പീരിയഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി ടു ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്, ടൈം when one input, that is capital, remain constant and addition to output can be obtained only by using more labor. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇൻപുട്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്തായിട്ട് വെക്കുകയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണ്. എന്നാൽ ചേഞ്ചസ് വരുത്തുന്നത് ഏതിൽ മാത്രമാണ്, ലേബർ എന്ന ഫംഗ്ഷനിൽ മാത്രമാണ്. നമ്മൾ ക്യൂ ഫംഗ്ഷൻ ഓഫ് ഉണ്ടാവുന്ന എല്ലുണ്ടല്ലോ, അതിൽ മാത്രം എന്താണ് ചേഞ്ചസ് വരുന്നത്, അതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, ദെൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ഇൻപുട്ട് ബിക്കം വേരിയബിളാണ് പറഞ്ഞിട്ടുള്ളത്, വേരി ചെയ്യുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊന്ന് ഷോർട്ട് റണ്ണിലും എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ക്യൂ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് x1 x2, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻപുട്സിനെയാണ് നമ്മൾ x1 x2 സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്, ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ഫംഗ്ഷൻ ഓഫ്, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ക്യൂ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എൽ കെ. ഓക്കെ, ക്ലിയർ ആണോ? Then the uses of production function, there is a managerial use of production function is there. The production function is the great help for management or business or economist. Okay, so the production function determine the life and span of the firm.
ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ഡിറ്റർമിൻ ചെയ്യും, അല്ലെങ്കിൽ അതിന് ലോങ് റൺ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഡിറ്റർമിൻ ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. So the managerial use of production function is outlined the below points. First one, how to obtain the maximum output. That means it helps for determine the optimal level of output. And the production function helps to determine the optimal level of output from a given quantity of input. Okay, so in other words, it helps to arrive at the producer's equilibrium. എത്ര മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാം എന്ന് വെച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. Then it helps for produce determine whether the employing variable input cost or profitable. Okay, then it is highly useful for the long term അല്ലെങ്കിൽ ലോങ് റൺ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഹെൽപ്പ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ദാറ്റ് മീൻസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് വെരി യൂസ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ് to take decision regarding the cost and output. Okay, so it also helps for in the cost production and cost reduction. And in short, production function help both in short run and long term decision making process. Okay, so it is a less cost combination of input and to produce an output. ഏത് ഇൻപുട്ട് ഇത് വെച്ചിട്ടാണ്, കോമ്പിനേഷൻ വെച്ചിട്ടാണ് നല്ല കോസ്റ്റ് റിഡക്ഷൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ഇത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ഇറ്റ് എനേബിൾ ടു പ്ലാൻ ദി പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹെൽപ്പ് ഫോർ ഓൺടർപ്രണേഴ്സ് to plan the production. Okay, so we can conclude that the production function is highly useful in the managerial decision making. Okay, and it is the Rolodex of the firm or producers. Okay, clear aanallo, uses മനസ്സിലായല്ലോ. So there is a different assumptions of production function. First one, the production function is based on the following function. That is, first one, production function is related to specific time period. Okay, and the state of the technology is fixed during this period of time. And the next one is the factors of production are divisible into the most variable unit. Okay, the next one is there are only two factors of production, that is labor and capital. ലേബറും ക്യാപിറ്റലും എന്ന ഇൻപുട്ട് മാത്രമാണ് ഇവിടെ ഈ അസംഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ലാസ്റ്റ് വൺ ഈസ് ഇനിലാസ്റ്റിക് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദി ഷോർട്ട് റൺ പീരിയഡ്. ഓക്കെ, കുറച്ച് അസംഷൻസാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഒരു ഗോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ഡ്യൂറിങ് ദ 1947 ചാൾസ് Cobb and Paul Douglas has formulated and tested the Cobb-Douglas production function through various statistical evidence. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ Cobb-Douglas functional form of production function is widely used in the represent the relationship between output and input. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് തിയറി പ്രകാരം നമ്മുടെ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷനിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് Cobb-Douglas ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ ആണത്. ഡ്യൂറിങ് 1947 ചാൾസ് കോബ് and Paul Douglas is formulated and tested the Cobb-Douglas as a production function through various statistical evidence. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ Cobb-Douglas production function can be defined as it is a functional form of production functions that is widely used to represent the relationship of an output and two inputs. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത് Cobb-Douglas ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. എന്തിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഔട്ട്പുട്ട് ആൻഡ് ടു ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ നിന്നും അതുപോലെ രണ്ട് ഇൻപുട്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണ് നമ്മുടെ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. ക്ലിയർ ആണോ ഇതുവരെ എടുത്തത്? ഇപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിനെ ബാധിക്കുന്ന മെയിനായിട്ട് ബാധിക്കുന്ന രണ്ട് ഐറ്റം ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു ഏതായിരുന്നു? ക്യൂ ഫംഗ്ഷൻ ഓഫ് എൽ കെ ടി എന്ന ഐറ്റം പറഞ്ഞു. ഇവിടെ എന്താ മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ലേബറും ക്യാപിറ്റലുമാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അസംഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ മാനേജറിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.